بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. ജീവിതത്തിന്റെ അവസാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി മരണപ്പെടുമ്പോഴാണ് സ്വർഗം കിട്ടുക എന്നതാണല്ലോ നമ്മുടെ വിശ്വാസം. അള്ളാഹു അങ്ങനെ തന്നെ എത്തിച്ചു തരട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതം മുഴുവൻ. അവസാനം നന്നാവാതെ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല. നല്ലത് എന്നത് അവസാനത്തിലാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെന്തിന് ഇപ്പോൾ നല്ലത് ചെയ്യണം? ഇപ്പോഴേ നല്ലത് ചെയ്താൽ അവസാനത്തിലും ആ നല്ലതിലെത്താ എന്നത് നിലനിൽക്കുക എന്നത് സാധ്യമാകും. അവസാനത്തിലെ നന്മയെ അള്ളാഹു ശ്രദ്ധിക്കുന്നു. അവസാനത്തിലും നന്മ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിന്റെ അവസാനം ഒരു മനുഷ്യ പ്രാണൻ യാത്ര പറയുന്ന നേരം, മനുഷ്യന്റെ ആയാലും അല്ലെങ്കിലും പ്രത്യേകിച്ച് മനുഷ്യന്റെ സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. തൊണ്ടക്കുഴിയിൽ നിന്നും റൂഹെടുക്കുന്ന അവസാനത്തെ ഘട്ടം ഒരു വല്ലാത്ത പെടച്ചിലാണ്. ആ നേരം, ആ നേരത്തെ വേദന കൊണ്ട് വിവേകം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത്. ആ വിവേകത്തെ നിലനിർത്തല ജീവിതത്തിന്റെ ഇന്നുള്ള കർമ്മങ്ങൾ. സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ പിടച്ചിലിൽ വിവേകത്തോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ആ പരിശ്രമം. അപ്പൊ ആ വേദനയെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടെങ്കിൽ ആ പരിശ്രമം ഇന്നു മുതൽക്ക് നമ്മൾ നന്നാക്കിയിരിക്കും. ആ വേദനയും അവസാനത്തെ പിടച്ചിലും നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു സൃഷ്ടി ഒരിക്കൽ മാത്രം അനുഭവിക്കുന്ന വേദനയാണ്. മഹാന്മാര് പറയുന്ന ചില തത്വങ്ങൾ ഇത് സംബന്ധമായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാണ്. അന്ന ശിദ്ദത്തുൽ അലമി ഫീ സക്കറാത്തുൽ മൗത്തി ലാ യഅരിഫുഹാ ബിൽ ഹഖീഖത്തി ഇല്ലാ മൻ ദാഖഹാ. സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ പിടച്ചിലും ആ വേദനയും അത് യഥാർത്ഥത്തിൽ ശരിക്കും ബോധ്യമായിട്ടുള്ളത് അത് അറിഞ്ഞ ആള് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളോ ഒമല്ലം യദുഖ്ഹാ, സക്കറാത്തുൽ മൗത്തിന്റെ അവസാനത്തെ ആ പിടച്ചിൽ, മരണത്തിന്റെ അവസാനത്തെ വേദന അത് രുചിക്കാത്ത ആള് തീർച്ചയായും അത് കഠിനമാണെന്ന് അയാൾക്ക് ബോധ്യമാകുന്നത് മറ്റു ചില വേദനകളിലേക്ക് താരതമ്യം ചെയ്യുമ്പോഴാണ്, തുലനം ചെയ്യുമ്പോഴാണ്. അപ്പോഴും അതിന്റെ പരിപൂർണമായ ഒരു അറിവ് അതേക്കുറിച്ച് കിട്ടുന്നില്ല. നേരത്ത് കിട്ടണമെങ്കിൽ അത് ആ വേദന തിന്നാലല്ലാതെ, അത് രുചിച്ചാലല്ലാതെ അറിയൂല എന്നാണ് മഹാന്മാർ പറയുന്നത്. ഈ ഒരു അർത്ഥത്തിൽ ഖുർആനിന്റെ ഒരു പ്രധാനമായ ഒരു ചർച്ച ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അല്ലാഹു പറയുന്നുണ്ട്, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിക്കഴിഞ്ഞാൽ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തിക്കഴിഞ്ഞാൽ മരണത്തിന്റെ അവസാന സമയത്തിൽ പിടയുന്ന മനുഷ്യനെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരാളെ മരിക്കാൻ നേരം നമ്മൾ അവിടെ ഉണ്ടാവും. ആ മരണത്തിന് നമ്മൾ സാക്ഷിയായിരിക്കും. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, ആ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക. ആരെ? മരണത്തിന്റെ ഞെരിപിരി കൊള്ളുന്ന ഒരാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ കാഴ്ചയേ ഉള്ളൂ. ഞാൻ കണ്ടതാ എങ്ങനെയാ മരിച്ചതെന്ന്, ആ ഇടങ്ങറൊക്കെ ഞാൻ കണ്ടതാ, ഒന്നും കണ്ടിട്ടില്ല. ആ കണ്ട പ്രത്യക്ഷേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നടന്നൊന്നും നിനക്കറിയില്ല. അള്ളാഹു പറയുന്നു, വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ ആ മനുഷ്യന്റെ അവസ്ഥയിൽ ഏറ്റവും അടുത്ത് നിന്ന് കണ്ടത് ഞാനാ. പക്ഷേ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കണ്ടതേ അല്ല. നിങ്ങൾ എന്തോ ഒന്ന് കണ്ടെത്തുന്നുണ്ട്.
മരണത്തിന്റെ ശരിക്കുമുള്ളതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, കാണല്ല, അത് അനുഭവിച്ചാൽ ആ അറിവിനെ കുറിച്ച് ഒരിക്കലേ ബോധ്യപ്പെടൂ. അതിനു മുമ്പ് മനുഷ്യനത് ബോധ്യമല്ല. മനുഷ്യ ശരീരം എങ്ങനെ മരിക്കും? യമൂതു കുല്ലു ഇളവിൻ മിൻ ഇളാഇഹി, ഓരോ അവയവങ്ങൾ ഇങ്ങനെ മരിച്ചു വരും. ആ സമയം ഫതബ്രിദു അവലൻ ഖദമാ, ആദ്യം മരണം സംഭവിക്കുന്നത് കാലിൽ നിന്നാണ്. സ്വാഭാവിക മരണങ്ങളാണ് പറഞ്ഞത്, സാധാരണയുള്ള മരണങ്ങൾ. കാലിന്റെ പെരുവിരൽക്ക് മുതൽക്ക് മരണം എങ്ങനെ സംഭവിക്കും? അവന്റെ തണ്ടം കാല്, പിന്നെ അവന്റെ തുട. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 4 രൂപത്തിൽ ആ മലക്കുകൾ ശരീരത്തിലേക്ക് റൂഹ് പിടിക്കാൻ വരാം. 4 രൂപത്തിൽ എന്ന് പറഞ്ഞാൽ 4 സംഘത്തിലായിട്ട്. ഒന്നാമത്തെ സംഘം പെരുവിരൽ മുതൽ മുട്ടുവരെ, രണ്ടാമത്തെ സംഘം മുട്ടു മുതൽക്ക് പൊക്കിള് വരെ, മൂന്നാമത്തെ സംഘം പൊക്കിള് മുതൽ നെഞ്ച് വരെ, നാലാമത്തെ സംഘം നെഞ്ചിൽ നിന്നും പിന്നെ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക്. കണ്ണിലൂടെ അവസാനത്തെ യാത്ര റൂഹിന്റെ സഞ്ചാരത്തെ കണ്ടുകൊണ്ട് കണ്ണ് പുറകോട്ട് മറയുന്നു. ആ മുട്ടിന്റെ മുകളിലേക്ക് പിടിച്ച് പൊക്കിള് വരെ എത്തുമ്പോഴേക്കും മൂത്രമൊഴിച്ചു പോകും. കാരണം മൂത്രമൊഴിക്കാനും മലവിസർജനത്തിനും തോന്നിക്കുന്ന ഗ്രന്ഥിയൊക്കെ അതിന്റെ താഴെയാണ്, പൊക്കിളിന്റെ താഴെയാണ്. ആ ഗ്രന്ഥിയുടെ മരിക്കലോടുകൂടെ പിന്നെ അതിന്റെ നിയന്ത്രണങ്ങൾ ശരീരത്തിൽ നിന്ന് പോയി. നെഞ്ചിലേക്ക് റൂഹ് ഇങ്ങനെ വരുമ്പോ ശ്വാസതടസ്സം നേരിടും. ഇതൊക്കെ നമ്മൾ കാണുന്നതാ, പക്ഷെ ആ കാഴ്ചയൊന്നുമല്ല, കാഴ്ച അതിനപ്പുറം ഉണ്ടെന്നാണ്. അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും മരണം സംഭവിക്കുമ്പോ അപ്പോഴാണ് ദുനിയാവിനെ കുറിച്ചുള്ള മോഹങ്ങൾ മനുഷ്യൻ വേണ്ടാന്ന് വെക്കുന്നത്. കുടുംബത്തെ കുറിച്ചുള്ള വിചാരങ്ങൾ മനസ്സിൽ നിന്നും അകന്നു പോകുന്നത്. എല്ലാവരെയും മനസ്സിൽ നിന്നും ഇറക്കുന്നു. ഇപ്പോൾ അവന്റെ ഉള്ളിൽ പടച്ച റബ്ബേ ഒരു കലിമ നാവിലെത്തണം. അല്ലാഹുവേ ഞാൻ എങ്ങനെ സ്വർഗത്തിലെത്തുമല്ലാ, അങ്ങനെ ചിന്തിക്കുന്ന നേരം ഈ റൂഹിന്റെ ഈ അവസാനത്തെ നേരത്താ. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, തുഖ്ബൽ തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗർ, തൊണ്ടയിൽ റൂഹ് എത്തുന്നത് വരെ തൗബക്ക് അവസരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. റൂഹ് പിടിച്ച് തൊണ്ടയിലെത്തുന്നവർ അവസരമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കുടുംബത്തെ ഓർക്കാത്ത നേരത്തേക്ക് അവന്റെ മനസ്സെത്തി. ദുനിയാവിനോടുള്ള മോഹത്തെ അവൻ വലിച്ചെറിഞ്ഞ നേരത്തേക്ക് അവന്റെ മനസ്സെത്തി. ഇനി തൗബയില്ല. ആ സമയം അവന്റെ തൗബയുടെ കവാടം അടക്കപ്പെട്ടു. വയുഗ്ലഖു ദൂനഹു ബാബു തൗബ വതുഹീതു ബിഹിൽ ഹസറത്ത് വന്നദാമ, സങ്കടങ്ങൾ കൂടി ദുഃഖം കൂടി മനസ്സങ്ങട് സങ്കടപ്പെട്ടാ മരിച്ചു പോകുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനത്തെ മരണം വേണ്ട പടച്ചോനെ. തൗബയില്ല, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. തൗബ എപ്പോഴാ? ഒരു മനുഷ്യന് തൗബ കൊണ്ടുള്ള പ്രയോജനം എപ്പോഴാ? തൗബ കൊണ്ട് പ്രയോജനപ്പെടുന്നത് എപ്പോഴാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. ഒരാൾക്ക് തൗബയുടെ അവസരം മരണമെത്തുന്നവരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, മരണമെത്തുന്നവരെ ഒരാൾക്ക് തൗബയുടെ അവസരം. അല്ലാഹുവേ, മരണത്തിന്റെ വേദന സഹിക്കാവതല്ല നേരത്ത് ആ വേദനയിൽ ഒരു വിവേകമുണ്ടാവാ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയാസമുള്ള കാര്യം. മരണവേദനയിൽ എന്തെങ്കിലും ഒരു എളുപ്പം കിട്ടിയാൽ നമുക്കൊരു വിവേകം ഉറപ്പിക്കാം. ആ എളുപ്പം കിട്ടലും ആ നേരത്തെ വിവേകം കിട്ടലും മുഅ്മിനീങ്ങൾക്കുള്ളതാ. മുത്ത് നബിയുടെ ദുആ എങ്ങനെ? സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് റൂഹുൽ ബയാൻ ഒരു ഹദീസ് പറയുന്നുണ്ട്.
കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ اللهم هون على محمد سكرات الموت. അല്ലാഹുവേ, മുഹമ്മദ് നബിയാകുന്ന എന്റെ സക്കറാത്തുൽ മൗത്ത് നീ എനിക്ക് എളുപ്പമാക്കണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഖാഫിന്റെ വ്യാഖ്യാനം റൂഹുൽ ബയാൻ ഇസ്മാഈൽ അൽ ഹഖൽ ബറൂസവി രേഖപ്പെടുത്തുന്നു. മുത്തുനബിയുടെ ദുആ, അല്ലാഹുവേ എന്റെ സക്കറാത്തുൽ മൗത്തിന്റെ പെടച്ചൽ നീ എനിക്ക് എളുപ്പമാക്കണേ അല്ലാഹ്. ഹബീബിന്റെ ദുആയാണത്. മാത്രവുമല്ല, നിങ്ങൾക്കറിയുമല്ലോ റൂഹ് പിടിക്കുന്നതിനെ കുറിച്ച് പറയുന്ന കിതാബുകളുടെ ഇബാറത്തുകൾ മുഴുവൻ യുഅ്സിറൂന എന്നാണ് പറയാ. പിഴിയുക. കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ആ മിഷന്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെത്തുമ്പോഴേക്കും അതൊരു കോലത്തിലാവും, ചണ്ടിയാവും. പിഴിയലാണ്. നനഞ്ഞ തോർത്ത് പിഴിഞ്ഞെടുക്കാറില്ലേ? ഈ പിഴിയും പോലെ പിഴിയും. പിഴിഞ്ഞെടുക്കുമ്പോ വേദന എത്രയെന്നറിയോ? ഒരു മനുഷ്യന്റെ കാലിൽ തറച്ച മുള്ളു വലിച്ചൂരുമ്പോൾ ഒരു കുരു, ഒരു മുഴ ശരീരത്തിൽ രൂപപ്പെട്ടാൽ അത് പൊട്ടിക്കുമ്പോ എന്തെങ്കിലും കാരണത്താൽ വിരലിന്റെ തുമ്പൊന്ന് മുറിഞ്ഞാൽ നമുക്ക് സഹിക്കാവതല്ല വേദന. ആ സമയത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നടക്കോ? ഇല്ല. എന്തേ? കൈ മുറിഞ്ഞേക്കാം. വേദനയിൽ പാട്ട് പാടൂല. അപ്പൊ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ? മരണത്തിന്റെ വേദനയിൽ വിവേകമുണ്ടാവണം. ഏറ്റവും വലിയ വേദന, ഇതുവരെ അവൻ അനുഭവിക്കാത്ത വേദന. ആ വേദനയിൽ ആസ്വദിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചിരിച്ചിട്ട് മരിക്കുകയും ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ ദുആരക്കൊരുന്ന് വേറൊരു ദുആ കേട്ടോളൂ. ഇമാം അലാഉദ്ദീൻ അലിയിൽ ഹിന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കെൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന കിതാബിൽ ഒരു ദുആ പറയുന്നുണ്ട്. പുന്നാര നബി തങ്ങൾ എപ്പോഴും ദുആരക്കുമായിരുന്നു. നാഡീ ഞെരുമ്പകൾക്കിടയിൽ നിന്നും റൂഹിനെ വലിച്ചൂരുന്ന അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസ്ബി വൽ ഖസ്ബി വൽ അനാമിൽ. വിരലിന്റെ തുമ്പുകളിൽ നിന്നും നഖത്തിന്റെ അടിയിൽ നിന്ന് പോലും ഞരമ്പുകളിൽ മടങ്ങിക്കിടക്കുന്ന നാഡികളിൽ നിന്നും ഞരമ്പുകളിൽ നിന്നും റൂഹിനെ വലിച്ചൂരുന്ന അല്ലാഹ്. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യ. പടച്ചവനേ, മരണം എനിക്ക് നീ എളുപ്പമാക്കണേ അല്ലാഹ്. ആര് ദുആയിരുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല. മഹാന്മാര് പോലെ ഈ വേദന തിന്നിട്ട് ഇപ്പോഴും അവരുടെ ഖബറിൽ പോലും ആ വേദന ഉണ്ടെന്നാണ്. മരണത്തിന്റെ വേദന. ഇസ്രായേലി സമൂഹത്തിലെ മഹാന്മാർ സ്തംഭിച്ചു പോയ ഒരു സംഭവമുണ്ട്. ഇസ്രായേലി സമൂഹത്തിലെ സൂഫിയാക്കളായ മഹാന്മാർ ഒരിക്കൽ ഒരു യാത്ര പോയി, ഒരു ഖബർസ്ഥാനിലൂടെ യാത്ര പോയി. അപ്പൊ ചിലര് പറഞ്ഞു, ആ കൂട്ടത്തിൽപ്പെട്ട യാത്രാ സംഘത്തിൽപ്പെട്ട ചില മഹാന്മാർ ചിലരോട് പറഞ്ഞു, ഇവിടെ വെച്ച് നമുക്ക് അല്ലാഹുവോട് ദുആ ചെയ്യാം. ഈ കാണുന്ന ഖബർസ്ഥാനിലെ ഏതെങ്കിലും ഒരു ഖബർ പൊളിഞ്ഞ് ആ ഖബറിൽ മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മഹാനായ മനുഷ്യൻ ഖബറിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ആ മഹാനോട് നമുക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ചോദിച്ചു പഠിക്കാം. ആരോട്? മരിച്ചുപോയ ഒരാളോട്. സൂഫിയാക്കളാ പോകുന്നു. അങ്ങനെ ആ സൂഫിയാക്കളിൽ ചിലരങ്ങനെ പറഞ്ഞു, എല്ലാവരും ഏറ്റു, നമുക്ക് ദ്വാരക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ദുആ ചെയ്തു, പടച്ചവനെ, ഈ കാണുന്ന ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു മഹാന്റെ ഖബർ പിളർന്ന മഹാൻ ഞങ്ങളിലേക്ക് വന്ന് മരണത്തിന്റെ കെടുതിയെ കുറിച്ച് അല്ലാഹ് ഞങ്ങൾ ആ മഹാനോട് ചോദിക്കട്ടെ അല്ലാഹ്. അവര് ദുആ ചെയ്തു. പെട്ടെന്നതാ ഒരു ഖബർ പൊളിഞ്ഞു. ആ ഖബറിൽ നിന്നും ഒരു മഹാനായ മനുഷ്യൻ എഴുന്നേറ്റു. ആ മഹാനായ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾക്കിടയിലായി നെറ്റിത്തടത്തിൽ മനോഹരമായ നിസ്കാരത്തിന്റെ അടയാളമുണ്ടായിരുന്നു. അത്രേ, ഒരു വലിയ മഹാൻ, നിസ്കാരത്തിന്റെ അടയാളം ആ നെറ്റിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ സുജൂദിന്റെ അടയാളമുണ്ട്.
ആ മഹാൻ എണീറ്റു വന്നു. അപ്പൊ ചോദിച്ചു ആ മഹാൻ, എന്തിനാ എന്നെ ദുആരെന്ന് ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽപ്പിച്ചത്? ഖബറിൽ നിന്ന് വന്ന ആള് ഈ സൂഫിയാക്കളോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ എന്നെ ഈ ഖബറിൽ നിന്ന് എണീപ്പിച്ചത്? എന്താ നിങ്ങൾക്കറിയേണ്ടത്? മാറത്തും മിന്നി, എന്തെങ്കിലും അറിയാണ്ടോ? ഞങ്ങൾക്ക് ഈ മരണത്തെ കുറിച്ചൊക്കെ അറിയണമെന്ന് ഓർത്താ. 50 കൊല്ലം മുമ്പ് ഞാൻ മരിച്ചുപോയവനാ. 50 കൊല്ലം മുമ്പ് എന്നെ മറവ് ചെയ്യപ്പെട്ടതായി ഖബറിൽ. ഇതുവരെ ആ മരണത്തിന്റെ കെടുതി എന്റെ കഴുത്തിൽ നിന്നും എന്റെ റൂഹ് പിടിച്ച അവസ്ഥയോർക്കുമ്പോ എന്റെ ഖൽബിൽ നിന്നും സക്കറാത്തിന്റെ ഫീലിംഗ് മാറിയിട്ടില്ല. ആലോചിച്ചോക്കണേ, മരണനേരത്ത് മഹാന്മാരായ ആളുകള് ഇത്ര അനുഭവിച്ചെങ്കിൽ പിന്നെ പറയാനുണ്ടോ? മരിക്കാൻ നേരം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിഷേധി കൂടിയാണെങ്കിൽ 3 പ്രതിസന്ധി ഉണ്ട് അവന്റെ മുന്നില്. 3 പ്രതിസന്ധി. മരണത്തിന്റെ നേരത്ത് ഒരു നിഷേധിയാണെങ്കിൽ 3 പ്രതിസന്ധി അതിജയിക്കണം. ഒന്നാമത്തേത്, ഇങ്ങനെ വലിച്ചു വരുമ്പോ പല്ല് പറിച്ച വേനെടുക്കും മനുഷ്യ. ജീവനുള്ള ശരീരത്തിൽ നഖം പിഴുത വേനെടുക്കും. റൂഹ പിഴിയുന്നത്, ആ റൂഹ് ഊരുന്നതിന്റെ കെടുതി ഒന്നാമത്തെ കെടുതി. രണ്ടാമത്തെ കെടുതി, മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാമിനെ ആ രൂപത്തിലൊന്ന് കണ്ടാൽ പേടിച്ചു പോകും. ഒരു നിഷേധിയായ മനുഷ്യൻ മരിക്കാൻ നേരം അവൻ നരകത്തിനുള്ളവനാണ് എന്ന് ഉറപ്പിക്കുമ്പോ അവന്റെ മനസ്സ് ഭയപ്പെട്ടു പോകുമേ. താൻ നരകത്തിനുള്ള ആളാന്നറിയുമ്പോ മനസ്സ് ഭയപ്പെട്ടു പോകും. ആ നേരത്ത് ഇങ്ങനെ 3 പ്രതിസന്ധി. റൂഹ് ഊരുന്ന പ്രതിസന്ധി, മലക്കിനെ കാണുന്ന പ്രതിസന്ധി, ആ പേടിയുണ്ടല്ലോ. പിന്നെ പറയുന്നു, നിഷേധിയാണെങ്കിൽ അവന്റെ നരകത്തിലേക്ക് ചെല്ലേണ്ട ആ ഇടവും കാണിക്കപ്പെടും. പടച്ചോൻ കാക്കട്ടെ, ചെറിയ കാര്യമൊന്നല്ലേ പറഞ്ഞു. വേദന കൊണ്ട് പൊളയുന്ന മരണവേദന അനുഭവിക്കുന്ന മൂമിനായ മനുഷ്യൻ ആ വേദനക്കും ആ നേരത്തും കൂലിയുണ്ടെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇമാം ഖുർത്തുബിയുടെ തദ്കിറയിൽ കാണാം, മഹാനവറുകൾ പറയുന്നുണ്ട്, അൻ സയ്യിദ് ബിൻ അസ്ലം അൻ നബിഹി ഖാല ഇദാ ബഖിയ അലൽ മുഅ്മിനി മിൻ ദറജാതിഹി ശൈഉൻ. ഒരു മൂമിനായ മനുഷ്യന് അല്ലാഹ് നിശ്ചയിച്ച ആഖിറത്തിന്റെ പദവി കിട്ടാൻ ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം നേരായി മരിക്കാനായി, ഇനി ഒന്നും ചെയ്തിട്ട് ആ പദവിയിലേക്ക് എത്തലെടുക്കൂല. അല്ലാഹ് നിശ്ചയിച്ച ആ ഉന്നതമായ ആഖിറത്തിന്റെ പദവി കിട്ടാൻ ഇനി മൂമിനായ മനുഷ്യന് ആകെ ഉള്ളത് ഈ മരണത്തിന്റെ നേരത്തെ വേദന സൈക്കിള് മാത്ര. അങ്ങനെങ്കിൽ മരണത്തിന്റെ വേദന കൂടുതൽ കൊടുക്കും. സ്വർഗത്തിലെ ആ പദവി കിട്ടാൻ ഇവിടെ സക്കറാത്തിന്റെ വേദന കൂടുതൽ സഹിക്ക വഴി അവൻ ആ പദവിയിൽ എത്തുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അപ്പൊ മുഅ്മിനായ മനുഷ്യന് മരണവേദന കൊണ്ട് ദറജ കൂടും ആഖിറത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പൂർവികരൊക്കെ ഒരുപാട് വേദന തിന്നിട്ടുണ്ട്, പലരും മരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ മയ്യത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള മയ്യത്താണോ? ഈ മരണം കൊണ്ട് ഈ മരിച്ച ആള് സ്വർഗത്തിലേക്കാണോ, ഈ മരിച്ച ആള് നരകത്തിലേക്കാണോ തിരിച്ചറിയാൻ കഴിയും. 3 അടയാളം വീതമുണ്ട്, പഠിച്ചു വെച്ചോട്ടോ. ഒരാള് മരിക്കുന്ന നേരം കാണിക്കുന്ന 3 ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം ഈ മയ്യത്ത് നരകത്തിലേക്കുള്ളതാണോ സ്വർഗത്തിലേക്കുള്ളതാണോ. ഇമാം ശൗക്കാനിയുടെ അൽ ഫവായിദുൽ മജ്മൂഇയിൽ ഒരു ഹദീസ് ഉണ്ട്. പുണ്യനബി പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരു മയ്യത്തിനെ നിരീക്ഷിക്കണേ, ഒരു മരണാസന്നനെ നിരീക്ഷിക്കണേ. 3 അടയാളം കണ്ടാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അടയാളങ്ങൾ കണ്ടാൽ അറിയാം അയാൾ എങ്ങോട്ടുള്ള. മരണാസന്നന്റെ മരണനേരത്തെ 3 അടയാളങ്ങൾ. ഇദാ റസഹ ജബീനുഹു, മരണാസന്നന്റെ നെറ്റിത്തടം വിയർക്കുന്നുവെങ്കിൽ. വൈദാ ദറഫത് ഐനാ, മരണാസന്നന്റെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുവെങ്കിൽ. വയബിസത് ശഫത്ത, മരണാസന്നന്റെ ചുണ്ടുകൾ ഉണങ്ങുന്നുവെങ്കിൽ. നെറ്റി വയർക്ക, കണ്ണുനീരൊലിക്ക, ചുണ്ട് ഉണങ്ങ.
ഈ 3 ലക്ഷണങ്ങൾ ഫദാലിക മിൻ റഹ്മത്തില്ലാഹി നസലത് ബിഹി, അല്ലാഹുവിന്റെ റഹ്മത്ത് അവൻ സ്വർഗ്ഗത്തിലേക്കുള്ളവനാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, മരണാസന്നനായ മനുഷ്യൻ വൈദാ ഖത്തഖതീതൽ മഖ്ലൂഖ്, കഴുത്തിന് ഞെരിച്ചു പിടിക്കുമ്പോൾ കഴുത്ത് ഞെരിക്കപ്പെട്ടവന്റെ മുരടല് പോലത്തെ മൂളലും മുരടലും മരണാസന്നനിലുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അവന്റെ നിറം ചുവന്നു പോയെങ്കിൽ, ചുണ്ടുകളുടെ നിറം മാറിയെങ്കിൽ, ചുണ്ടുണങ്ങല്ല ഇത്, ചുണ്ടിന്റെ നിറം മാറി കറുത്തുപോയി, എന്നാൽ ഫഹുവ മിൻ അദാബില്ലാഹി നസല ബിഹി, അവൻ നരകത്തിലേക്കുള്ളവനാ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, സക്കറാത്തുൽ മൗത്ത് എളുപ്പമാക്കി തരട്ടെ. ഒരുപാട് പേര് ദുആ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ചെറിയൊരു ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ കബൂലാക്ക് തമ്പുരാനെ. റബ്ബേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്ക് അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ റഹ്മാനെ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകുക അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാഹ്. ഞങ്ങളുടെ സംരംഭങ്ങളിൽ മുഴുവനും ബറക്കത്ത് നൽകണേ അല്ലാഹ്. എംസിഎ കഴിഞ്ഞ മകൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഉദ്ദേശിച്ച ജോലി കിട്ടാൻ. അല്ലാഹുവേ ആ മകൾക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി തേടുന്നവർക്കും ഖൈറായ നല്ല ജോലി അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ സിഹറിന്റെ ബുദ്ധിമുട്ടുള്ള പലരും ദുആരക്കാൻ പറഞ്ഞു. സിഹറിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാവരെയും നീ കരകയറ്റണേ റഹ്മാനെ. മകളുടെ വിവാഹം മുടങ്ങുന്നു, സിഹറിന്റെ ബുദ്ധിമുട്ടെന്ന് അനുഭവിക്കുന്നു. അല്ലാഹുവേ ആ മകൾക്ക് ഖൈറായ ഒരു വിവാഹ ജീവിതം അടുപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹ ആലോചനകൾ നടത്തപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ അവിവാഹിതർക്ക് അനുയോജ്യമായ ഇണകളെ അടുപ്പിക്കണേ അല്ലാഹ്. തമ്പുരാനെ കടബാധ്യത ഉള്ളവരുണ്ട്, കടങ്ങൾ വീട്ടണേ അല്ലാഹ്. പെൺകുട്ടി മകൾക്ക് വീടും പെൺമക്കൾക്ക് വീടും സ്ഥലവും കിട്ടാൻ വേണ്ടി ദ്വാരക്കണേ എന്ന് ആ കുടുംബത്തിലെ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീടില്ലാത്ത അവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടവർ, വാടകക്ക് താമസിക്കുന്നവർ, വീടെന്ന സ്വപ്നവുമായി കഴിയുന്നവർക്ക് റബ്ബേ നീ നല്ല വീട് എത്തിക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ എളുപ്പമാക്കുക അല്ലാഹ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് തമ്പുരാനെ. നീ ഞങ്ങളിൽ അത് നിലനിർത്തണേ അല്ലാഹ്. നിലനിർത്തണേ റഹ്മാനെ. തമ്പുരാനെ ലഹരി ഉപയോഗത്തിലോ പരസ്ത്രീ ബന്ധത്തിലോ വ്യഭിചാരത്തിന്റെ പച്ചയായ സാധ്യതകളിലോ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ പെടല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കുക അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. പലരും ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചു, പ്രത്യേകിച്ച് കമന്റിലൂടെ ദുആ വസിയത്ത് പറയുന്നവർ, അല്ലാഹുവേ വാട്സാപ്പിൽ ദുആ വസിയത്ത് അറിയിച്ചവർ, ഈ പരിപാടിയിൽ ആമീൻ പറയുന്നവർ, ദുആകൾക്ക് മുഴുവനും റബ്ബേ നീ പരിഗണന നൽകണം അല്ലാഹ്. അവരുടെ ഒക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാഹ്. കടബാധ്യത ഉള്ള പലരുമുണ്ട്, പലിശ കെണിയിൽ പെട്ടുപോയവർ, ബാങ്ക് ലോണിൽ കുടുങ്ങിയവർ, കടങ്ങളിൽ നിന്നും കരകയറ്റണേ അല്ലാഹ്. കടങ്ങളിൽ നിന്നും കരകയറ്റണേ അല്ലാഹ്. അവിചാരിത നേരത്ത് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തി ജീവിച്ച് ആഖിബത്ത് നന്നായി കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ് അല്ലാഹ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഉംറക്ക് പോകുന്നവർ, പോയവർ, ഹറമിൽ നിലവിലുള്ളവർ എല്ലാവർക്കും നീ ഖബൂലിയത്ത് നൽകുക അല്ലാഹ്.
തമ്പുരാനെ ഹജ്ജിന് പോവാൻ അടുത്ത വർഷത്തേക്ക് ശ്രമിക്കുന്നവരുണ്ട്. അല്ലാ, സാമ്പത്തികമായുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ചുറ്റുപാടുകളും നിനക്കേ അറിയോ. അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല സഹോദരന്മാർക്കും കച്ചവടങ്ങളിൽ വലിയ പ്രയാസങ്ങളാണ്. കച്ചവടങ്ങളൊക്കെ ബറക്കത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.